പ്രഭാഷകൻ 47 അധ്യായം 1 വാക്യം. അവന് ശേഷം ദാവീദിൻ്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. ആർക്ക് ശേഷമാണ് നാഥാൻ പ്രവചനം നടത്തിയത്? സാമുവലിന് ശേഷം. സാമുവലിന് ശേഷം ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ആര്? നാഥാൻ. 47:2 സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ദാവീദ്. സമാധാന ബലിയിൽ വിശിഷ്ടമായ എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ. ഏത് ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? സമാധാന ബലിയിൽ. 47:3 ദാവീദ് കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ ആരുമായാണ് കളിയാടിയത്? സിംഹങ്ങളുമായി. ദാവീദ് ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ ആരുമായാണ് കളിയാടിയത്? കരടികളുമായി. 47:4 ദാവീദ് യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരം ഉയർത്തിയപ്പോൾ ആരുടെ അഹങ്കാരമാണ് തകർന്നത്? ഗോലിയാത്തിൻ്റെ. ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിൻ്റെ അപമാനം നീക്കിയില്ലേ? ആര്? ദാവീദ്. ആ മല്ലൻ ആര്? ഗോലിയാത്ത്. 47:5 അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു. തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് ദാവീദിൻ്റെ ഏത് കരമാണ് ശക്തമാക്കിയത്? വലതുകരം. ആരെ കൊല്ലുന്നതിന് വേണ്ടി? യുദ്ധവീരനെ കൊല്ലുന്നതിന്. 47:6 ആരുടെ മേൽ വിജയം വരിച്ചവൻ എന്നാർത്ത് വിളിച്ചുകൊണ്ടാണ് അവർ അവനെ മഹത്വത്തിൻ്റെ കിരീടമണിയിച്ചത്? 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട്. 46:7 ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ? ചുറ്റുമുള്ള ശത്രുക്കളെ. എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ നശിപ്പിച്ചു. ദാവീദിൻ്റെ എതിരാളികൾ ആര്? ഫിലിസ്ത്യർ.